ദക്ഷിണ കേരള മഹായിടവകയിലെ യൂദാസുകൾ ഈ വൈദികന്റെ പ്രസംഗം കേൾക്കരുത്. തിരുവനന്തപുരത്ത് ഇന്നലെ CSI ദക്ഷിണ കേരള മഹായിടവകയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രതിഷേധ സംഗമത്തിൽ റവറൻ SK വിജയകുമാർ നടത്തിയ ആമുഖ പ്രഭാഷണം. ആവേശത്തിന് എത്ര നന്ദി പറയണമെന്നും സ്വാഗതം പറയണമെന്നും എത്ര വാക്കുകൾ കൊണ്ടത് പറഞ്ഞു തീർക്കാമെന്നും എനിക്കറിയത്തില്ല. അധികം വേദികളൊന്നും പങ്കിട്ടിട്ടില്ലാത്ത എനിക്ക് നിങ്ങൾക്ക് എങ്ങനെ ആവേശം പകർന്നു തരണമെന്നും എനിക്ക് വാക്കുകളിലൂടെ സാധിക്കത്തില്ല. കഴിഞ്ഞ ദിവസം ഈ സമയമൊക്കെ ഞങ്ങൾ തീക്കനലിൽ നിൽക്കുന്നത് പോലെ നിൽക്കുകയായിരുന്നു. ഇന്നത്തെ ദിവസം കൂടെ ഒന്ന് കടന്നു കിട്ടാനായിട്ട് എന്തായാലും അനന്തപുരിയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ ഉദ്യമം ഇവിടെ പൂർത്തീകരിക്കാൻ ദൈവമാണ് നമ്മളെ സഹായിച്ചിരിക്കുന്നത്. ആ ദൈവത്തിന് 1000 നന്ദി അർപ്പിക്കേണ്ടതുണ്ട്. അതാണ് നമ്മൾ ആദ്യം അർപ്പിക്കേണ്ടത്. അനുകൂലമായ അന്തരീക്ഷം നമുക്ക് തന്നു. രണ്ടാമത് അച്ഛൻ പറഞ്ഞു വെച്ച സ്വാഗത കർത്താവ് പറഞ്ഞു വെച്ചതിൻ്റെ സമാപനത്തിൽ ഞങ്ങളുടെ മക്കൾ ഈ ഉദ്യമത്തിന് വേണ്ടി പട്ടിണി കിടന്നു. അവർ പട്ടിണി കിടത്തിയതാണ്. അതിൽ ഞാനും ഉൾപ്പെടുന്നു. ഞാൻ പട്ടിണി ഇരിക്കേണ്ടതിന് പകരം അവർ പട്ടിണി കിടന്നു. അവരിൽ നിന്നുൾക്കൊള്ള ഒരു പ്രചോദനമാണ് യഥാർത്ഥത്തിൽ ഇത് കുറച്ചുകൂടെ വീര്യം ഉണ്ടായത്. 2:30 മണിയായപ്പോഴേക്കും സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ പകച്ചുപോയി. എന്തു ചെയ്യണമെന്നറിയാതെ വളരെ ഉത്തരം മുട്ടി നിന്ന ഒരു സമയമാണ്. അവിടെയും അവർ വന്ന് ഇരച്ചു കയറിയ വൈദികരോടും സഭാപ്രവർത്തകരോടും ജനങ്ങളോടും പറഞ്ഞു, ആത്മസംയമനം അല്പസമയം കൂടെ നമുക്ക് പാലിക്കാം, നമുക്ക് ഇതിനൊരു വഴിയുണ്ടാകും എന്ന് പറഞ്ഞു. എന്തായാലും ഞങ്ങൾക്ക് ആത്മസംയമനം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് കാവൽക്കാരായിട്ട് വന്ന നിയമപാലകരും ഞങ്ങളോട് വളരെ സൗഹൃദമായിട്ട് എല്ലാം ഇടപെട്ടു. ഗവൺമെൻറ് തലത്തിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന, അതായത് 3-3:30 മണിയായപ്പോൾ അവർക്ക് അയവ് തോന്നി. ഇത് ഉണ്ടായ ഒന്നാമത്തെ ഘട്ടമാണ്. നമ്മൾ കൈയടിക്കണം. ഒന്നാമത്തെ ഘട്ടമാണ്. ഇതുപോലെ ഇഞ്ചിഞ്ചായിട്ട് അയവുണ്ടാക്കണം. അയവുണ്ടായേ മതിയാവും. അല്ലെങ്കിൽ അനന്തപുരിയിൽ ഇനിയും ഇതുപോലെ സമ്മേളനം കൂടേണ്ടി വരും. കടുത്ത പിടിവാശിയൊന്നും ഒരു ഗവൺമെന്റിനും പറ്റിയതല്ല. തിരുവനന്തപുരം പട്ടണത്തെ മാത്രമല്ല, ഇതിനോടനുബന്ധിച്ച് വരുന്ന എല്ലാ ഗ്രാമങ്ങളെയും ഞങ്ങൾ ഉന്നം വയ്ക്കുകയാണ്. നമുക്കറിയാം, ഈ അടുത്ത സമയത്തുണ്ടായ പാർലമെന്റ് ഇലക്ഷന് അവസാനം വോട്ടെണ്ണൽ നടന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് CSI സമൂഹം തന്നെ, ഈ OBC വിഭാഗം എന്ത് ചെയ്തിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് അവർക്ക് നേർരേഖ കാണിച്ചു കൊടുക്കുകയാണ്. ഭരണതന്ത്രത്തിലേക്ക് കയറ്റിയിരുത്തിയത് സോപാനങ്ങളിൽ കയറിയിരുന്നു കൊണ്ട് ഒരുപക്ഷെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവവിശ്വാസികളായ നമ്മുടെ മനോവ്യസനപ്പെടുത്താനല്ല. അതുകൊണ്ട് അവർക്ക് മനംതിരിവുണ്ടാകണം. ഘട്ടം ഘട്ടമായിട്ടെങ്കിലും ഇനി അവരുടെ ഔദാര്യത്തിന് വേണ്ടി പിറകെ ഞങ്ങൾ നടക്കില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ അടഞ്ഞു കിടക്കുന്ന ആസ്ഥാന മന്ദിരം, പ്രത്യേകിച്ച് അരമന, തിരുമേനി ഒരു പ്രത്യേകിച്ച് ഓർഡർ ഇറക്കിയത് ഈ കൊച്ചു മാധ്യമങ്ങളിലൂടെ വേഗത്തിൽ ഓടുകയാണ്. തിരുമേനി പുറപ്പെടുവിച്ച ആ ഓർഡർ അങ്ങ് പിൻവലിച്ച പോരെ, അങ്ങ് തുറക്കുമെന്നാണ്. അതിൻ്റെ പരമരഹസ്യം ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ആർക്കും അറിയത്തില്ല. ഉരുളയ്ക്ക് ഉപ്പേരി പോലെ ഉരുട്ടി വെച്ച അത് പഴത്തിനകത്ത് കണ്ട് ആളുകൾ പറയും നല്ല സൂചി കടത്തി വെച്ചുള്ള ആ പരിപാടിയാണ്. കാരണം തിരുമേനി അങ്ങോട്ട് മാറ്റി നിർത്തുക, അതിൽ പ്രധാനപ്പെട്ട ഔദ്യോഗിക ഭാരവാഹികളെ മാറ്റിയിരുത്തുക, അവർ പുറമ്പോക്കിലിരിക്കുക, മേശ പിടിച്ചിരിക്കുക, ആ ഓഫീസിനകത്തുള്ള ജീവനക്കാരെ കൊണ്ട് ഈ മഹായുടെ മുഴുവനെയും റിമോട്ടായിട്ട് പ്രവർത്തിപ്പിക്കാനുള്ള ഒരു അടവായിരുന്നു അത് നടക്കില്ല. ആസ്ഥാന മന്ദിരം അഭിമാനത്തോടെ അത് അരമനയിൽ തുറന്ന് അഭിഷിക്തരായ അത് നമ്മുടെ തിരുമേനി തന്നെ ഇരിക്കണം. അതിന് യോഗ്യതയുള്ളവർ അവിടെ ഇരിക്കണം.
ഓഫീസ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ കീഴേ ആയിരിക്കണം, അതിൻ്റെ മേളിലല്ല. തിരുമേനി പുറംപോക്കിലും ഇരുന്ന് ഒഫീഷ്യൽ മെമ്പേഴ്സ് എല്ലാം വഴിയോരത്തും ഇരുന്നിട്ട് അവരാസ്ഥാനത്ത് കയറി എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. വൈദിക വൃന്ദം മുഴുവനും ഒറ്റക്കെട്ടായിട്ട് അതിന് നിൽക്കണം. ഞങ്ങൾ ഏതാനും ദിവസങ്ങൾ മാത്രമേ അതിനകത്തിരിക്കാൻ സാധിച്ചിട്ടുള്ളൂ. പക്ഷേ അവിടെ കണ്ടിട്ടുള്ളത് ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്രയോ പാവപ്പെട്ട വിശ്വാസികളിൽ നിന്ന് വാങ്ങിക്കൂട്ടിയ തുകകളുടെ അപേക്ഷകളുടെ ഒരു കൂമ്പാരമാണ്. എണ്ണി തിട്ടപ്പെടുത്തിയാൽ കോടികൾ വരും. കോടികൾക്ക് കണക്കില്ല. അത് ആരും ഇനി കൊടുത്തു തീർക്കും. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് 23-ാം തീയതി നടന്ന സംഭവം നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ എല്ലാം കണ്ടിരിക്കും. അതിന് സാക്ഷ്യം വഹിച്ചത് ഞാനാണ്. ഓഫീസിൽ ഇന്റർവ്യൂ നടക്കുകയാണ്. BD പ്രൊബേഷണർമാരെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഓഫീസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് മഹായിടവയിൽ 3.5 വർഷം സേവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കയറി വരുന്നത്. 3.5 വർഷം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ഒരു ആന കാലഘട്ടമെന്നാണ് വിചാരിച്ചത്. അതിനേക്കാളും അമ്പാനമാടിയവരാണ് ഇവിടെയൊക്കെ ഇരിക്കുന്നവരാണ്. ആ ബോധം പോലുമില്ല. അങ്ങനെ വന്നത് കയറിയിട്ട് സാധാരണഗതിയിൽ അരമനയ്ക്കുള്ളിൽ കയറി വരുന്നതിന് അല്പം ഭവ്യത വേണ്ടേ, അല്പം മാന്യത വേണ്ടേ. ഇതൊന്നും പാലിക്കാതെ ഒരു ഗുണ്ടായുസത്തിലൂടെ തിരുമേനിയെ അപസംബോധന ചെയ്യുകയും അതേകൂടൊപ്പം എനിക്ക് പോലും ഒരു ദിവസം പോലും കണ്ടു പരിചയമില്ലാത്ത വേഷധാരികൾ, ഗുണ്ടകളായിട്ടുള്ള ആളുകൾ, അതിൻ്റെ ഇടയിൽ ഒരു പെൺകുട്ടിയെ അത് ബോധപൂർവം കൊണ്ട് നിർത്തി എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാക്കിയെടുക്കുക നിശ്ചലമായി പോയി. ഇതിന് നിയമപാലകരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ഈ അടുത്ത് പറയുന്നത് ക്ഷമിക്കുക. അവിടെ മ്യൂസിയം പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് ഓഫീസർമാരായിട്ട് വന്നിട്ടുള്ളവർക്ക് ആ മനുഷ്യൻ കൊണ്ടുവന്ന പേപ്പറിന് കൃത്യമായിട്ട് ഒന്ന് വായിച്ചു നോക്കാൻ, ഇംഗ്ലീഷിലാണ് എഴുതി വെച്ചിരിക്കുന്നത്, വായിച്ചു നോക്കാൻ അവർ മനസ്സില്ല. തിരുമേനിയും അവിടെ ഞങ്ങൾ ഇന്റർവ്യൂ നടത്തിയിരിക്കുന്ന ഞങ്ങളെയും ബോധപൂർവം ഇറക്കി വിടാനുള്ള സംരംഭമാണ്. ലോ ആൻഡ് ഓർഡർ പറഞ്ഞ് ഇവിടെ ഇനിയിപ്പം ബുദ്ധിമുട്ടുണ്ടാക്കും, പ്രക്ഷോഭം ഉണ്ടാകും, ഇവിടെ ആക്രമണം ഉണ്ടാകും, പോരുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഞങ്ങളെ ഇറക്കുകയാണ്. പക്ഷേ ഈ അക്രമം കാട്ടാൻ വന്ന അവരെ വഴിയാമണ്ണം നിർത്തി പുറത്തേക്ക് വിടേണ്ടതിന് പകരം അവിടുത്തെ വൈദ്യുതി വിച്ഛേദിച്ചും അവിടെ ഒരു വലിയ അന്തരീക്ഷം സൃഷ്ടിച്ചും എന്തായാലും ഞങ്ങൾ പുറത്ത് പോകേണ്ടി വന്നു. നോക്കുക, ഈ തൽക്കാലത്തേക്ക് വേണ്ടി അടച്ചുപൂട്ടിയതാണ്. അവസാനം നിങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ മനുഷ്യൻ കഴിഞ്ഞ 3.5 വർഷവും അവിടെ ഇരുന്ന് മഹായിടവയെ സേവിച്ചു എന്ന് പറയുന്ന ആ മനുഷ്യൻ സർവ്വ താക്കോലുകളും പൂട്ടി കയ്യിലെടുക്കുകയാണ്. അന്നത്തെ രാത്രിയിൽ കുടികുത്തി വാഴാൻ ഞങ്ങളെല്ലാം പുറത്താക്കിയിട്ട് രഹസ്യത്തിൽ അവിടെ കുടികുത്തി വാഴാൻ ഇത് മനസ്സിലാക്കി. അവസാനം ചർച്ചയ്ക്ക് വന്നപ്പോൾ അന്ന് തിരുമേനിയുടെ വണ്ടിക്കകത്ത് ഞങ്ങളുടെ പ്രൈവറ്റ് സെക്രട്ടറി ഇവിടെ ഉണ്ടായിരുന്നു. സെക്രട്ടറിയോട് ഞാൻ വിളിച്ചു പറഞ്ഞു, ആ മനുഷ്യൻ എല്ലാ താക്കോലുകളും പൂട്ടിയെടുത്തിരിക്കുകയാണ്. എന്തെങ്കിലും അനുരഞ്ജനത്തിന് വേണ്ടി മുതിരുമ്പോൾ ജില്ലാ കളക്ടറോട് വരികയാണെങ്കിൽ പറയണം, താക്കോല് അദ്ദേഹത്തിന്റെ കയ്യിലാണ്, താക്കോല് മേടിക്കണം. അങ്ങനെയാണ് താക്കോൽ മേടിച്ച് തൽക്കാലത്തേക്ക് അവിടെ ഒരു ശാന്തത ഉണ്ടാക്കി പിറ്റേ ദിവസം അതിന് ഒരു പോംവഴി ഉണ്ടാക്കാമെന്ന് സബ് കളക്ടറുടെ അന്നത്തേത് ആ നിമിഷത്തെ നിർദ്ദേശമനുസരിച്ച് അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത്. പിറ്റേ ദിവസം കഴിഞ്ഞു, ദിവസങ്ങൾ പിന്നിട്ട് മാസങ്ങളായി. ഇന്നേ വരെ അതിന് ഒരു പോംവഴി കണ്ടിട്ടില്ല. ഇവരെയൊക്കെ പിറേന്ന് ഞങ്ങൾ നടന്നവരാണ്. തളർന്നു. ഇനി ഞങ്ങൾക്ക് കഴിയില്ല. ഇനി ഒറ്റ കാര്യമേ ഉള്ളൂ. ഗാന്ധിജി ആയുധമെടുത്തത് നിരാഹാരം തന്നെയാണ്, നോൺ വയലൻസ് ആണ്. ഇനി നിരാഹാരവും പ്രാർത്ഥനയും ഉപവാസവും ഇല്ലാതെ ഈ ദുഷ്ടശക്തികൾ, അത് പേര് പറഞ്ഞു തന്നെ പറയേണ്ടി വരും, ഈ ദുഷ്ടശക്തികളെ ത്രിമൂർത്തികളാണ് ഇവര്. ഈ ത്രിമൂർത്തികൾക്ക് വേണ്ടിയാണ് ഗവൺമെന്റ് സകല സന്നാഹവും ഈ 3 ക്രിമിനൽസിനെയും പിടിച്ച് ജയിലിൽ അടച്ചാൽ സൗത്ത് കേരള ഡയസിസ് പൂർണ്ണമായി സ്വതന്ത്രം പ്രാപിക്കും.
ഇവർ ഭയപ്പെടുന്നത് അവരുമായുള്ള അവിഹിത ബന്ധങ്ങളാണ്. ഇത് അവസാനിപ്പിക്കണമെങ്കിൽ നമ്മുടെ മഹായിടവക നിലനിൽക്കുകയും അഭിവൃദ്ധിപ്പെടുകയും ഇവിടുത്തെ ജനത്തിന് അത് പ്രയോജനപ്പെടണമെങ്കിൽ, വൈദികർക്ക് അത് പ്രയോജനപ്പെടണമെങ്കിൽ ഈ അവിഹിത ബന്ധത്തെ വിച്ഛേദിച്ചേ മതിയാവുള്ളൂ. ഒറ്റക്കെട്ടായി അവരോട് നമുക്ക് പോരാടാൻ കഴിയില്ല, പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും കഴിയും. അതുകൊണ്ട് നിങ്ങൾ തന്നിരിക്കുന്ന ഈ മാർഗരേഖ ഞങ്ങൾ പിന്തുടരുകയാണ്. ഞാൻ ഒരിക്കലും ഈ വേദിയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചില്ല. നിങ്ങൾക്കറിയാം, ഞാൻ കയറി വന്ന വഴി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ അറിയാമായിരിക്കും. തികഞ്ഞ ഹിന്ദു പശ്ചാത്തലത്തിൽ നിന്ന് വന്നു. ഞാൻ പ്രതിജ്ഞ എടുത്തിരുന്നു, ഇങ്ങനെയുള്ള വേദികളിലോ അല്ലെങ്കിൽ ഒരു പക്ഷത്തിൻ്റെ കൂടെയോ പോകത്തില്ല എൻ്റെ സർവീസ് കാലഘട്ടം. ആ പ്രതിജ്ഞയ്ക്ക്, ധർമ്മശാസ്ത്രത്തിന് അല്പം വ്യതിയാനം എന്തിനു വേണ്ടിയാ? നിങ്ങളെ കാണുമ്പോൾ, ഈ വൈദികരെ കാണുമ്പോൾ, ഇനിയും എനിക്ക് 3 വർഷമേ അവശേഷിക്കുന്നുള്ളൂ. ഒരുപക്ഷെ ഇതൊക്കെ നേരെ തിരിഞ്ഞു വന്നാലും ഈ 3 വർഷവും ഇനി വേണ്ടെന്ന് വെക്കും. എങ്കിലും അവസാന നിമിഷം വരെ ഇനി ഓർഡിനേഷൻ കഴിഞ്ഞു നിൽക്കുന്നവരും ഓർഡിനേഷൻ സ്വീകരിക്കേണ്ടവർക്കും വേണ്ടി നിലനിൽക്കും എന്ന് ഞാൻ ഉറപ്പു തരികയാണ്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. മറ്റൊന്നും എനിക്ക് പറയാനില്ല. അതുകൊണ്ട് നിങ്ങൾ തുടർന്നും ഈ ശക്തി ഇടവകകളിൽ പ്രതിഫലിപ്പിക്കണം. അവിടെ ഇടുന്ന കാണിക്ക പൈസ അവിടുത്തെ ആവശ്യങ്ങൾക്ക് കഴിഞ്ഞ് 20% മഹായിടവകയിലേക്ക് വരുമ്പോൾ അവിടെ കുറച്ച് ജീവനക്കാരുമുണ്ട്. ആ ജീവനക്കാർക്കും ഇനി പഠിപ്പിക്കേണ്ടതുണ്ട്. ഇത് സാധാരണ ഭിക്ഷാടനം ചെയ്തതുപോലെ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയെടുക്കുന്ന ജനത്തിൻ്റെ കണ്ണുനീരും വിയർപ്പിൻ്റെയും 20% കേന്ദ്രത്തിൽ വരുന്നത്. നിങ്ങൾക്കുണ്ടാക്കിയിട്ടിരിക്കുന്ന ആ കസേരയിൽ ഇരുന്നു കൊണ്ട് തെറ്റുകളുണ്ടെങ്കിൽ തെറ്റ് തിരുത്തേണ്ടതാണ്. പ്രതിഫലം വാങ്ങിച്ചുകൊണ്ട് ആ കസേരയിൽ ഇരുന്നു കൊണ്ട് ആന തെറ്റ് ചെയ്യാനല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയും. അത് ഒരു വൈദികനായാലും ശരി, മേൽപ്പട്ടത്വം സ്വീകരിച്ച ഒരു മനുഷ്യനായാലും ശരി, വളരെ വ്യക്തമായിട്ട് പറയും, നിങ്ങൾക്കുണ്ടാക്കിയിട്ടിരിക്കുന്ന കസേരയിൽ ഞങ്ങളെപ്പോലുള്ളവരെ തിരുത്താനും മാത്രമല്ല ഇവിടുത്തെ ജനത്തെ തിരുത്താനുമാണ്. ആ കസേരയിലിരുന്ന് ഏറ്റവും വലിയ ആണത്തെറ്റ് ചെയ്യരുത്. അങ്ങനെയുള്ള ഒരു വ്യക്തി ആ കസേരയിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ ശക്തി കൊണ്ട് ഞാൻ നിൽക്കും. തുടർന്നും എനിക്ക് പിന്നാലെ ധാരാളം കാര്യങ്ങൾ പറയേണ്ടവരുണ്ട്. അവരങ്ങ് പറയട്ടെ. എനിക്കധികം പറയാനും തോന്നുന്നില്ല. നിങ്ങളെ കാണുമ്പോൾ എൻ്റെ വാക്കുകൾ ഇടറുകയാണ്. എന്തായാലും നമ്മൾ ആരംഭിച്ചത് എരിപ്പൊരു വെയിലിലാണ്. അതിൻ്റെ പിന്നാലെ ഉരുകി മറിഞ്ഞതുപോലെ മുറുക്കി വെച്ച നല്ല വടമാണ് ഫ്രണ്ടിൽ കെട്ടിത്തന്നത്. കരുത്തുണ്ടെങ്കിൽ ഇതിനെ കടന്നു പോകുന്നതാണ്. പക്ഷേ ആ കരുത്തും ആ കയറും എല്ലാം മാറി. എരിപൊരി വെയിലൊന്നും ഈ വെയിലത്തും നിങ്ങൾ ശാന്തരായിട്ടിരിക്കുന്നു. അത് നമ്മുടെ മിടുക്കെന്നല്ല. നിയമപാലകരെ ഞങ്ങൾ നിങ്ങളെ തോൽപ്പിച്ചു എന്ന് വിചാരിക്കേണ്ട. ഇത് ന്യായത്തിന് വേണ്ടിയാണ്, ഇത് നീതിക്ക് വേണ്ടിയാണ്, സത്യസന്ധതയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ ഉദ്യമത്തിന് മുതിർന്നത്. നിങ്ങൾ തന്നിരിക്കുന്ന എല്ലാ പ്രചോദനത്തിനും 1000 നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അധികപ്പറ്റായി പുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. പ്രായത്തിൻ്റെ പരിധിയും വിട്ടായിരിക്കാൻ ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ഞാനിപ്പോൾ പിന്തിരിയട്ടെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.